തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ വ്യാഴാഴ്ച വിധിയെഴുതും. കൊട്ടിക്കലാശത്തിനിടെ പലയിടങ്ങളിലും നേരിയ സംഘർഷമുണ്ടായി. അതിന്റെ വാർത്തകളിലേക്ക്. വടക്കൻ കേരളത്തിൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശക്തി പ്രകടനത്തിലായിരുന്നു മുന്നണികൾ. നേതാക്കളും സ്ഥാനാർത്ഥികളും പങ്കെടുത്ത റോഡ് ഷോയും കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി. ഒരു മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശോജ്വല സമാപനം. തദ്ദേശ സ്ഥാപന പരിധിയിലെ പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം. കൊട്ടിക്കലാശത്തിലൂടെ പാലക്കാട്, മണ്ണാർക്കാട്, തെങ്കര, ആനമുളിയിൽ UDF LDF സംഘർഷമുണ്ടായി. മലപ്പുറം പൂക്കോട്ടൂരിൽ LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. കോഴിക്കോട് ഒഞ്ചിയത്ത് കലാശക്കൊട്ടിനിടെ RMP CPM പ്രകടനങ്ങൾ മുഖാമുഖം വന്നത് സംഘർഷാവസ്ഥയുണ്ടാക്കി. കാരശ്ശേരിയിൽ LDF പ്രവർത്തകരും പോലീസുമായി വാക്കുതർക്കമുണ്ടായി. കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗണിൽ BJP LDF പ്രകടനങ്ങൾ UDF പ്രവർത്തകർ തടഞ്ഞതായി പരാതി ഉയർന്നു. 470 ഗ്രാമപഞ്ചായത്തുകളും 47 നഗരസഭകളും 77 ബ്ലോക്ക് പഞ്ചായത്തുകളും 3 കോർപ്പറേഷനുകൾ ഉൾപ്പെടെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. 39,014 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 1 കോടിയിലേറെ വോട്ടേഴ്സ് രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.